ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈകുന്നേരം ഞാൻ കോഫി ഇടുക കേട്ടോ. അപ്പം ഞാൻ മാത്രമാണ് ഇപ്പോൾ കോഫി കുടിക്കുന്നത്. അപ്പോൾ എനിക്കുള്ള കോഫി ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഉച്ചക്കത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ കറികളൊക്കെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ കറികളൊക്കെ ഒന്ന് മാറ്റി ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചക്കത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ മടുത്തു പോകുന്നതുകൊണ്ട് തന്നെ എല്ലാം കഴിച്ചതിന് ശേഷം അങ്ങനെ തന്നെ വെച്ചിട്ടാട്ടോ പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ വൈകുന്നേരം 1 മണിക്കൂർ സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടത്തുള്ളൂ. അധിക സമയമൊന്നും കിട്ടത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ വൈകുന്നേരം വന്നതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാക്കി വന്ന കറിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പം കറി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതനുസരിച്ചാണ് പിന്നെ ഞാൻ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് ലൈറ്റായിട്ടൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. മെയിനായിട്ട് അച്ചുകൂട്ടനാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ രാത്രിയിൽ വളരെ കുറവാണ്. ചില ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കോഫി കുടിച്ചു. അപ്പോൾ അച്ചുവിനും കോഫി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അച്ചുകൂട്ടിന് കോഫി എടുത്തുകൊണ്ട് വന്നാണ്. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞ് ഫാസ്റ്റ് അതിൽ ഓടി നടപ്പുണ്ട് കേട്ടോ. ഞാൻ എത്തില്ലേ പോയാലും എൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. പിന്നെ ദേ അച്ചു പറഞ്ഞു അവിടെ കുറച്ച് കിളിക്കുഞ്ഞുങ്ങളൊക്കെ മുട്ട വിരിഞ്ഞിങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കാണാനായിട്ട് ഞാനും കൂടെ പോകാം കേട്ടോ. ഇവിടെ ഒരുപാട് കിളികളുള്ളതിൻ്റെ മിക്കവാറും അതിങ്ങളുടെ മുട്ട വിരിഞ്ഞിങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്രൗണ്ടിൽ കിടക്കെ നടക്കൂട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ പുറകെ ഫാസ്റ്റ് അതിലേ ഓടി ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് നേരമൊക്കെ നടന്നു. കുറച്ചൊരു റിലാക്സേഷൻ കിട്ടിയതിന് ശേഷം പിന്നെ കിച്ചണിലോട്ട് വീണ്ടും വന്നു. അപ്പോൾ നമ്മൾ കോഫിയൊക്കെ കുടിച്ച് പാത്രങ്ങളും അതുപോലെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇന്നിപ്പോൾ ഞാൻ ചെറിയൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാമെന്ന്. ഈവനിങ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ എങ്കിലും എന്തെങ്കിലും ഒരു ചെറുകടി പോലെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കിഴങ്ങ് നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അരിഞ്ഞല്ല എടുക്കുന്നത്, ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. അതുപോലെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്കാട്ടോ ഇത്. അപ്പോൾ ഞാനതെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറിക്കിട്ടണം. അപ്പോൾ മൂത്ത് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്ത എള്ളുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കടുക് ചേർത്ത് കൊടുക്കല്, കാരണം അതിൻ്റെ ടേസ്റ്റ് വേറൊന്നാണ്. അപ്പോൾ നമുക്ക് വെളുത്ത എള്ളാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. എള്ളെല്ലാം നമ്മൾ ഈ കടുക് പൊട്ടുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് പൊട്ടി വരണം. പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. റവ വെച്ചിട്ടാട്ടോ ഞാൻ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പം 1 കപ്പ് റവ എടുക്കുകയാണെങ്കിൽ അത്രയും തന്നെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കറിവേപ്പില ഉണ്ടല്ലോ, കറിവേപ്പിലയോ മല്ലിയിലയോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് രണ്ടും കൂടെ ചേർത്തിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റവയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ഇളക്കി ആ ഒരു വെള്ളമെല്ലാം വറ്റി റവയെല്ലാം നന്നായിട്ട് ഒരുമിച്ചാകുന്ന ആ ഒരു രീതിയിൽ വരെ നമുക്കിത് ഇളക്കിയെടുത്തുകൊണ്ടിരിക്കണം. റവ വറക്കാത്ത റവയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി നമുക്കിത് മൊത്തത്തിൽ വെള്ളം വറ്റിച്ചെടുക്കണം. സാധാരണ നമ്മൾ റവയുടെ മറ്റ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ മാവ് വാട്ടിയെടുക്കത്തില്ലേ, ആ ഒരു രീതിയിലാണ് നമുക്കിത് റവ വാട്ടിയെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് മാവെല്ലാം ഒരുമിച്ചാകുന്ന സമയം വരെ നമുക്ക് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത്
ഒരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു ആ ഒരു വലിയ ചൂടൊക്കെ മാറിക്കിട്ടണം. ആ ഒരു സമയത്ത് ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ്. തൊലി കളഞ്ഞെടുത്തതിന് ശേഷം അത് ഈ ഒരു റവയ്ക്കകത്തോട്ട് നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തൊട്ടും തരിയില്ലാതെ കിടന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കിഴങ്ങൊക്കെ ഉടച്ചെടുക്കുന്ന ആ ഒരു സ്മാഷർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് യോജിപ്പിച്ച് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. രണ്ടും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് ഇതുപോലെ ഒരു വലിയൊരു ഉരുളയാക്കി മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇതുപോലെ ചപ്പാത്തി പരത്തുന്ന പലക എടുത്തിട്ട് അതിനകത്തോട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ഇത് ചെറിയ രീതിയിൽ റോൾ ചെയ്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് ചുമ്മാ കയ്യിൽ വെച്ചിട്ട് ഉരുളകൾ പോലെ ആക്കിയിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് അങ്ങനെയും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് പരത്തി ഇതിങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് അത് കട്ട് ചെയ്ത് പിന്നെ നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന സ്നാക്കാണ്. അപ്പോൾ ഇത് നമുക്ക് സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചട്നിയുടെ കൂടെയോ കഴിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതേ രീതിയിൽ ചെറിയതായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് തിളച്ച എണ്ണയ്ക്കകത്തോട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആകുന്നവരെ, നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുപോലെ നമുക്കൊക്കെ ആണെങ്കിലും എന്താ പറയുക, ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടോ, ഞാനിപ്പോൾ വേറൊരു ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ നന്നായിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പുറത്തുനിന്ന് നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ അകത്തുനിന്ന് അത്യാവശ്യം നല്ല ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഈവനിങ് സ്നാക്ക് നമുക്ക് കിട്ടുന്നത്. ഇത് ഏത് ചട്നിയുടെ കൂടെ വേണമെങ്കിലും നമുക്കല്ലെങ്കിൽ സോസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഞാനിത് കാണിച്ചു തരാം, ഒന്ന് ഇത് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.